സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് എന്ന പകല് നമുക്കായി ഒരുക്കി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ഹല്ലേലൂയ അല്പനേരം ചിന്തയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. അതിനു മുമ്പേ 6-ാം വാക്യം മുതൽ ഒന്ന് വായിക്കും. സ്തോത്രം. കർത്താവ് പറയുക, എന്നിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയ ഒരു വ്യക്തിയുടെ മേൽ ആരെങ്കിലും അവനെതിരെ പ്രവർത്തിച്ചാൽ ആര് ചോദിക്കും? കർത്താവ് ചോദിക്കും. അപ്പൊ നമ്മളെ തൊട്ടാൽ കർത്താവ് ചോദിക്കത്തില്ല. നമ്മളെ തൊട്ടാൽ ആര് ചോദിക്കും? കർത്താവ് ചോദിക്കും. സ്തോത്രം. കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് കടുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് പറ, വേരോട് പറഞ്ഞ് അമികാലിലെ കടലിൽ വീഴാൻ, അല്ലെങ്കിൽ മലയോട് പറ, വേരോട് അത് മല എന്ത് ചെയ്യണം? കടലിലേക്ക് വീഴാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വീഴും. അപ്പൊ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്ത് പറഞ്ഞേ? കടുമണി പോലെ വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഇല്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഇല്ല. അപ്പൊ അതിന്റെ കാര്യം എന്തുവാ? വിശ്വാസമില്ല. കടുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നത്, നീ ചോദിക്കുന്ന കാര്യം ആരും നടത്തി തരും? കർത്താവ് നടത്തി. അപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ വിശ്വാസം അത്രയേ ഉള്ളൂ. ഞാൻ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ വിടുതൽ കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം അനുഭവിക്കാൻ കഴിയും. ഞാൻ വിശ്വസിച്ചാൽ നിശ്ചയമായി ദൈവത്തിന്റെ അത്ഭുതം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വിശ്വാസക്കുറവ് കൊണ്ടാണ് പല നന്മകളും അനുഗ്രഹവും എന്ത് ചെയ്യാൻ പറ്റാത്തത്, പ്രാപിക്കാൻ കഴിയാതെ. ഇതാരും എന്ത് ചെയ്യത്തില്ല? പറയൂ. നമ്മൾ ചോദിച്ചാൽ പറയും, അയ്യോ അവർ 2 മണിക്ക് എഴുന്നേറ്റ്, രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, അല്ലെ അവർ പകല് ഭയങ്കര പ്രാർത്ഥനയാ, ബൈബിൾ വാരിക, അവരെപ്പോഴും ചെല്ലുമല്ല സ്വോത്രം സ്വോത്രമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വേണം? ജീവിതമായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തെ കൂടി ചേർക്കണം. സ്തോത്രം. കത്തോലിക്കക്കാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, മുസ്ലിംസിനും അതുണ്ട്, കത്തോലിക്കക്കാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൊന്തമാല, ഓരോ മാല ഇങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ ഇങ്ങനെ സ്തോത്രം അവർ പറഞ്ഞ വാക്കിനെ ഓർപ്പിക്കുക. അവർക്ക് ചൊല്ലാൻ കൊടുത്തിട്ടുണ്ട്. ആ ചൊല്ലാണ് അവരിങ്ങനെ ഓരോ മുത്തിനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാല കംപ്ലീറ്റ് ആവുമ്പോൾ അവർക്കറിയാം, ഞാൻ ഇത്രയും ചൊല്ലി, എത്ര മുത്തുണ്ട് അത്രയും ഭാഷ അത് ചൊല്ലി. സ്തോത്രം. ചിലവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ചില പാസ്റ്റർമാരെ നിവൃത്തിയോടുകൂടി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. സിസ്റ്റർ ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഒരു 1000 സ്തോത്രം അങ്ങനെങ്കിലും സ്തോത്രം പറയട്ടെന്ന് ഓർത്തായിരിക്കും. സ്തോത്രം. 1000 സ്തോത്രം പറയുന്നതല്ല വിഷയം. ഉള്ളു തുറന്ന് നീ സ്തോത്രം പറയാൻ തുടങ്ങിയാൽ 1000 പറയുന്ന മുമ്പ് നീ ഉണർവ് പ്രാപിക്കും. സ്തോത്രം. ഞാൻ ഒരു ഡൗട്ട് ഞാൻ പറയാം ദൈവമക്കളെ. സ്തോത്രം. പഴയ പിതാക്കന്മാരുടെ ആരാധനയെ കുറിച്ച് സ്തോത്രം ഞാൻ കേട്ടറിവ്, സ്തോത്രം വായിച്ചറിഞ്ഞത് ഞാൻ പറയാം. പണ്ട് പിതാക്കന്മാര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവസന്നിധിയെ ആരാധിക്കുമ്പോൾ ആരാധന എന്തുവാണെന്നോ പരിശുദ്ധാത്മാവ് എന്തുവാണോ അനുഭവിക്കാത്ത അനേകർ ആരാധനയ്ക്ക് വന്നു. എവിടെ ഈ ആരാധിക്കുന്നത്? ചെറിയ 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 സൗകര്യത്തിനകത്ത് അവരെന്ത് ചെയ്യുന്നത്? ദൈവത്തെ ആരാധിക്കുന്നു.
സ്തോത്രം. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് തെങ്ങി ചാരിക്കുക. അവിടുത്തെ മീറ്റിങ്ങിനകത്ത് തെങ്ങി ചാരിക്കൊണ്ടിരിക്കുക. ഭയങ്കര ദൈവഭയത്തോട് വന്ന് എന്തിരിക്കുക, പുള്ളിക്കാരൻ തെങ്ങിനകത്ത് ചാരി ഇങ്ങനെ നിന്ന് ദൈവഭയത്തോട് നിന്ന് സ്തോത്രം ആരാധന കേട്ടോണ്ട്, ആരാധന കണ്ടുകൊണ്ടും ആരാധന പുള്ളിയിലേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക. പുള്ളി അവിടെ പറയുന്ന ഓരോ വാക്ക് പുള്ളി ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആരാധന വർഷിപ്പ് അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ തെങ്ങി കയറാത്ത ആള് നേരെ തെങ്ങിന്റെ മേളിൽ പോയി. ആരാധന കഴിയുമ്പോൾ മേളിൽ നിന്ന് ഒരാൾ പറയും, എന്നെ ഒന്ന് താഴെ ഇറക്കൂ, എനിക്ക് തെങ്ങി കയറാൻ അറിയത്തില്ല, ഇറങ്ങാൻ അറിയത്തില്ല. കർത്താവിന്റെ ദാസൻ ചോദിച്ചു, നീ എങ്ങനെയാണ് തെങ്ങി കയറിയ? പിന്നെ എനിക്കറിയത്തില്ല, ഞാൻ ആത്മാവിൽ അങ്ങ് നിറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതാണ് ആരാധന. ഇന്നങ്ങ് പരിജ്ഞാനം വരട്ടെ എന്ന് പറഞ്ഞ് ആരാധനയെ ചുരുക്കി ഗ്ലാസ് എന്തില്ല, ആരാധന എന്നൊരു വാക്കേ ഉള്ളൂ, ആരാധനയില്ല. ആ ആരാധനയെല്ലാം വിടുതല. ഞാൻ ഓർക്കോ, ഞാൻ ഇച്ചിരി നേരം ചിന്തിച്ചു നോക്കി. ഞാനൊന്ന് സ്വപ്നത്തിൽ ചിന്തിച്ചു, ആ മനുഷ്യൻ ആ സമയത്ത് എന്തോ പ്രാപിച്ചു കാണും. ആ തെങ്ങി കയറാനുള്ള ആവേശം. ആരാധന കഴിഞ്ഞപ്പോഴേ പുള്ളി പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ ഒരാൾ തെങ്ങിന്റെ മേളിൽ നിന്ന് പറയും, എന്നോടൊന്ന് ഇറക്കിയിട്ടേ പോവാ, എനിക്ക് ഇറങ്ങി വരാൻ അറിയത്തില്ല. ഞാൻ ഓർക്കോ പുള്ളിയുടെ സന്തോഷം. പുള്ളി എന്നിട്ട് തെങ്ങി കയറുന്നതോ പുള്ളി ഇറക്കുന്നതൊന്നും അല്ല, വെളിയോ പുള്ളിക്ക് അങ്ങ് ഹാപ്പിയാ, എന്തോ നേടി. പുള്ളി വട്ടപൂജ്യമാ, പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ എന്തോ പുള്ളി നേടി, പുള്ളി ഉറപ്പാ. ഇത് ആരാധന. ഇന്ന് ആരാധനയുടെ പേരേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുമില്ല. സ്വയം ഏൽപ്പിച്ചു കൊടുത്താലേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ, വെളിപ്പെടുത്തുള്ളൂ. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? ആരാധനയ്ക്ക് വന്നിരിക്കുന്നു. എങ്ങനെ വല്ലോ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ഞാൻ ഇവിടെ നിൽക്കാം. ഇന്നത്തെ ആരാധന എങ്ങനെ വന്നിരിക്കുന്നത്? വല്ല ചെയ്യുന്നെങ്കിൽ ചെയ്തോ, എന്നാലും കൂടുതലൊന്നും വേണ്ട, സൗണ്ട് കുറച്ചേട്ടാ മറ്റോ കേട്ടാലോ അവരെ പോലൊന്നും എനിക്ക് ചാടാവൊന്നും വയ്യ. ആത്മാവ് വെളിപ്പെട്ട പിന്നെ നീ ചാടുവല്ല, കുത്തിച്ചാടുവല്ല, എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. സഭയ്ക്കകത്ത് കുറെ പേര് വന്നങ്ങോട്ട് പരിജ്ഞാനത്തെ കുറിച്ച് പ്രസംഗിച്ച് ലാസ്റ്റ് ആരാധനയ്ക്ക് പരിജ്ഞാനം വിട്ട് ആരാധന ഇല്ലാതായിരിക്കും. ആരാധനയ്ക്കകത്ത് പരിജ്ഞാനമൊന്നുമില്ല. ആരാധനയ്ക്കകത്ത് പരിജ്ഞാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ തെളിവാണ് എന്തുവാ? സ്തോത്രം. കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ സ്റ്റോപ്പ് പറയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. അതുവരെ അവർക്ക് അറിയത്തില്ല, അവർ എവിടെ നിന്നേന്നൊന്നും അറിയത്തില്ല. ലാസ്റ്റ് അവർ നേരെ പഴയെടുത്ത് വന്നിരിക്കും. അതാണ് ആരാധനയുടെ പരിജ്ഞാനം, അതാണ് ആരാധന സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇന്ന് ഇതൊന്നും അല്ല. സ്തോത്രം. ശരീരം അനങ്ങല്, അടുത്ത് ആരും അറിയല്, ഇങ്ങനെ ആരാധിക്കണം, അതൊന്നും അല്ല ആരാധന. ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ദാസൻ ആരാധിക്കുവാൻ ഇരിക്കുക, ആരാധന പറഞ്ഞുകൊണ്ടിരിക്കുക, ആരാധന പ്രാർത്ഥനയുടെ ശക്തമേറിയ ദൈവത്തിന്റെ വചനം കൊണ്ട് വെളിപ്പെടുത്തി പുള്ളി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധന കഴിഞ്ഞപ്പോൾ ഒരുതനെ കൈക്കോലിനെ വെളിയിരിക്കും. കാര്യം ഇവനെന്നെ ചാടിയെന്ന് തെറിക്കുക, ഇവനൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. കൈക്കോലിന്റെ കാര്യം തന്നെ സ്തോത്രം. അന്നത്തെ ഓലക്കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഉയരമില്ല. ഇവൻ നേരെ ചാടിപ്പോയിരുന്ന അതിനകത്ത് അവനറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷം. ഇന്നത്തെ ആരാധനയിൽ ഈ സന്തോഷമൊന്നും ഇല്ല. ഇന്നത്തെ ആരാധനയെല്ലാം കൂടുതൽ എന്ത് ചെയ്യുക, ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ആരാധന. അതുകൊണ്ടാണ് പലതും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റാതെ പ്രാപിക്കുവാൻ കഴിയാതെ. എനിക്ക് ആരാധിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കണ്ണു തുറന്നിരിക്കരുത്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള സാധനമാണ് ആരാധന. സ്വർഗവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ബന്ധത്തിൽ നിൽക്കുമ്പോൾ കണ്ണും തുറന്ന് എന്തോ നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവര് നിൽക്കുന്നതിന് അവരെ മുൻപിരിച്ചുകൊണ്ട് അവർ ഇത്രയെല്ലാം തുള്ളുമോ? അതുകൊണ്ടാണ് നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത. ഇന്ന് നമുക്ക് പറ്റാത്ത ചില ശുശ്രൂഷ കാണുമ്പോൾ നമ്മൾ കുറ്റം പറയുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശുശ്രൂഷ നടക്കുന്നെങ്കിൽ നീ മിണ്ടിപ്പോല്ലേ, അതിനെ കുറ്റം പറയല്ലേ. കാര്യം എന്തോ, നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവര് പ്രാപിച്ചെന്ന് പറഞ്ഞ് നീ എന്തിനെ കുറ്റം പറയുന്നത്? നീ ഓക്കെ ഇത് പ്രാപിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിന് വിപരീതമായ എന്തെങ്കിലും കണ്ടാൽ അത് കുറ്റം പറയാം. ദൈവവചനത്തിന് ഉള്ളിലുള്ള നീ കുറ്റം പറയാൻ പാടില്ല.
നീ ഇതുവരെ വിവിശത പ്രാപിച്ചിട്ടില്ല, ദൈവത്തിന് വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇതിനെ കുറ്റം പറയുന്നത്. നീ തറയിൽ പോയിട്ടില്ല, ആത്മാവിൽ ആരാധിച്ച് തറയിൽ പോയിട്ടില്ല, ആത്മാവിൽ ആരാധിച്ച് നീ തുള്ളിച്ചാടിയിട്ടില്ല, ആത്മാവിൽ ആരാധിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ വില കൊടുത്തിട്ടില്ല. കാര്യം ഞാൻ നിന്ന സ്ഥലം പോലും മറന്നുപോയി, അത്രയ്ക്ക് ദൈവം എന്നിലേക്ക് ഇറങ്ങി വന്നു. അത് നീ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് പല ആരാധനയും നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നവരില്ല, അവർക്ക് പേടിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു മക്കളെ, അടുത്തിരിക്കുന്നവനോ സ്തോത്രം പോന്നോനോ വരുന്നോനോ ഒന്നും നോക്കല്ലേ. പണ്ട് ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ ആരീഷ് എന്നോട് പറഞ്ഞു, എനിക്ക് ചാടി എഴുന്നേക്കണമെന്നുണ്ട്, ഇരുന്നാ മാത്രം. നീ എഴുന്നേക്കോ ചാടി ഓടുകയോ എന്തു വേണം ചെയ്തോ, നിനക്ക് ഫുൾ സ്വാതന്ത്ര്യം നന്നേക്കും. കാര്യം എന്തുവാ, എനിക്കൊന്ന് എഴുന്നേക്കണമെന്ന് എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറയാൻ തുടങ്ങി. എഴുന്നേറ്റോണം, ആരാധിച്ചോണം, അല്ലാതെ ഇരുന്നേ ആരാധിക്കാവുന്നല്ല. നിനക്ക് എന്ത് പറയണം അത് നീ ചെയ്തോണം. പക്ഷേ എല്ലാത്തിനും എന്ത് ചെയ്യണം? ഒരു ചട്ടക്കൂടുണ്ട്, ആത്മീയ ചട്ടക്കൂടാൻ അതിനകത്ത് നിൽക്കണം. ചുമ്മാ ഇറങ്ങി ഓടാനല്ല പറഞ്ഞത്, ചുമ്മാ ഇറങ്ങി നടക്കാനല്ല പറഞ്ഞത്. ആത്മാവിൽ ആരാധിക്കണം. നിന്നങ്ങോട്ട് കത്തിക്കോണം, കത്തിക്കോണം, ആത്മാവിൽ കത്തിക്കോണം, തീ കത്തിക്കോണം. അതാ ആരാധന. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോ എന്തു പറഞ്ഞു? അതുവരെ മൗനമായിട്ടിരുന്നവനാ, ഭയപ്പെട്ടിരുന്നവനാ. നാവ് പിളർന്നു, കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ശബ്ദം വെളിപ്പെട്ടു. അവരിയ്ക്കുന്ന സ്ഥലം കുലുങ്ങാൻ തുടങ്ങി. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അങ്ങോട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് മുന്നോട്ടുള്ള ഭാഗത്തിൽ പറയുന്നുണ്ട്, അവർ രണ്ടുപേരാലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് കുലുങ്ങും. പൗലോസും ശീലാസും കാരാഗത്തിനകത്ത് കാലും കൈയും ബന്ധിച്ചു. അവർ ആരാധിക്കാൻ തുടങ്ങിയ ചെങ്ങലകൾ പൊട്ടി. കാരാഗത്തിന്റെ അടിസ്ഥാനം ഇളകുന്ന രീതിയിൽ അവകാശം ഇളകിപ്പോയെന്നല്ല, അവിടെ മൊത്തം ചലനമുണ്ടാവാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ രണ്ട് പേരാ വിശ്വസ്തയോടിരുന്ന് ആരാധിച്ചപ്പോൾ. എവിടാ? പ്രതികൂലത്തിന്റെ മധ്യേ. സ്തോത്രം. ഞാൻ രോഗിയായാലും ഞാൻ സ്തോത്രം പറയും. ആ സ്തോത്രം എന്നെ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ രോഗമെല്ലാം മാറിയിട്ട് ഞാൻ സ്തോത്രം പറയും. കർത്താവിനെ കൽപ്പിക്കുന്നു. എന്തുവാ? കർത്താവിനെ കൽപ്പിക്കുമോ? എന്തു പറയുക? പണ്ട് നമ്മള് കൊച്ചുങ്ങൾക്ക് പറയത്തില്ലയോ, മോനെ 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 അവിടെ കൊണ്ടുപോവാ, ഇത് കഴിക്കാൻ കൊണ്ടുപോവാ, കഴിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. എയറോപ്ലെയിൻ എല്ലാം കാണിച്ചിട്ട് മോനെ അതിനകത്ത് കയറ്റാം, എണ്ണം പോയാൽ കയറ്റുപോകും. ഇവല്ലാവരും ഇതെല്ലാം കഴിക്കില്ല, അതിനകത്ത് കയറാൻ പോകും. ഇതേപോലെ യേശുവിനെ പറ്റിക്കുക. എന്തുവാ? ഞാനൊന്ന് എഴുന്നേറ്റിരിക്കട്ടെ, ഞാൻ സ്തോത്രം പറയാം, ആരാധിക്കാം. എഴുന്നേറ്റിരിക്കുമ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടാണ്, പിന്നെ ഭയങ്കര ഷോയിലുള്ള സ്തോത്രം. സ്തോത്രമല്ല, സ്തോത്രം. രോഗം മാറുന്ന എന്തുവാ ദൈവത്തിന്റെ വചനം പറയുന്നത്? ഞാൻ ഓർക്കുക, 12 വർഷം കൂലിയായ സ്ത്രീ വരുക. 12 വർഷം അവർക്കൊരു മടുപ്പില്ല ആരാധനയ്ക്ക് വരിക. കൂനൊന്നും അവർക്ക് വിഷയമാണ്, കൂനൊന്നും ഒരു വിഷയമല്ല. അവള് വന്നു. അത് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഇന്നിപ്പോ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കുറ്റം പറയൊന്നുമല്ല. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറയും, സ്റ്റെപ്പ് ചില കാര്യത്തിന് വേണ്ടി വെച്ചേക്കുക, സ്റ്റെപ്പ് മാറ്റി തരുകയോ. കാര്യമോ? ഈ സ്റ്റെപ്പ് കയറുമ്പോ ബുദ്ധിമുട്ടുമ്പോഴെല്ലാം കർത്താവേ എനിക്ക് സ്റ്റെപ്പിന് താഴെ ഒരു സഭ തരണേ, താഴെ എനിക്കൊരു സഭ തരുവോ അപ്പ, സഭ തരുവോ അപ്പ. ഇത് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ പറയുമോ? നിങ്ങൾ പറ, സ്റ്റെപ്പ് കയറാത്ത സഭ ദൈവം തരാൻ പോവാ. ദൈവമക്കളെ, നീ വിശ്വസിക്ക്. നീ ഏറ്റെടുത്തങ്ങോട്ട് പാർട്ടിയിൽ ഓരോ സ്റ്റെപ്പിൽ കയറുമ്പോൾ കണ്ണുനീരങ്ങോട്ട് ഒഴുക്ക്, ദൈവസന്നിധി അങ്ങോട്ട് തലവഴിക്ക്. സ്റ്റെപ്പ് കയറാത്ത സഭ നിനക്ക് തരാൻ പോവാ. സ്റ്റെപ്പ് കയറാത്ത രീതിയിലേക്ക് ദൈവം നിനക്കൊരു സഭ ദൈവം തരാൻ പോവാ. സഭ ദൈവം തരാൻ പോവാ. നീ വിശ്വസിക്ക്. സ്തോത്രം, സ്തോത്രം. പ്രതികൂലത്തിന്റെ മധ്യയിലും നീ വിശ്വസ്തയോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് യേശു മറുപടി തരുന്നത്. പ്രതികൂലത്തിന്റെ മധ്യയിലും നീ വിശ്വസ്തയോട് ഇരിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിനകത്ത് യേശു മറുപടി തരും. പകലകൊണ്ട് പ്രാർത്ഥിക്ക്. എന്റെ കുടുംബത്തിനകത്ത് എന്റെ ശരീരത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന പ്രതികൂലമാവട്ടെ,
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ചോദിച്ചു കർത്താവേ സ്റ്റെപ്പ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ അടുത്ത് പറയാ, ബുദ്ധിമുട്ടില്ലാതെ കയറുവാണെങ്കിൽ സ്റ്റെപ്പില്ലാത്ത സഭ വേണമെന്ന് പറയൂ. ബുദ്ധിമുട്ടില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നീ കരയും, കർത്താവ് എനിക്ക് ആരാധിക്കാൻ വന്നേ പറ്റൂ, എനിക്ക് ആരാധിച്ചേ പറ്റൂ, പക്ഷെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. എന്റെ യേശു എനിക്കൊരു വാതിൽ തുറക്കണമേ. ആമേൻ. അനുകൂലമായി തുറക്കണമേ. ഇതുപോലെ എല്ലാ വിഷയവും ദൈവമക്കളെ നമ്മളെല്ലാം വിഷയം ഇതാണ്. 2 ദിവസം കൊണ്ട് സ്തോത്രം എനിക്ക് ശക്തമായിട്ട് ഇന്ന് പകല് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗീതയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ വിഷയം എന്ന് എനിക്കറിയത്തില്ല. അത് പ്രാർത്ഥിച്ച് വന്നപ്പോഴറിയുന്നത് ഇത്രയും പ്രതികൂലത്തിന്റെ മധ്യേന ദൈവം കൊണ്ടുവന്നു. അപ്പോഴെന്തുവാ, എനിക്ക് ആരാധനയ്ക്ക് പോയേ പറ്റൂ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോയേ പറ്റൂ, എനിക്ക് ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. ഈ പൂർണ്ണ ബോധ്യത്തോട് വരുമ്പോഴും ഇതിന്റെ തടസ്സമല്ല ആര് മാറ്റി തരും? ഇതേപോലെ ദൈവമക്കളെ നമ്മളെ സാമ്പത്തിക ഇടപാടുകൾ, നമ്മുടെ ശാരീരിക രോഗങ്ങൾ, നമ്മളെ തലമുറയുടെ നന്മകൾ, അല്ലെങ്കിൽ നമുക്ക് വഴി തുറക്കേണ്ടതിനെല്ലാം ഇതേപോലെ എന്തുവാ, ആ പ്രതികൂലത്തിന്റെ മധ്യയിലും നീ വിശ്വസ്തയോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവൻ കടുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ നീ കൽപ്പിക്കുന്ന വിഷയത്തിനകത്ത് ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. ദൈവം ഒരു മറുപടി തരാതിരിക്കത്തില്ല. ദൈവം ഒരു മറുപടി തരാതിരിക്കത്തില്ല. അപ്പൊ ആരാധിക്കുന്ന സമയത്ത് നീ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്ന, ആരാധിച്ചോണം, അത് പ്രാപിച്ചോണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച വന്ന സ്തോത്രം കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു സാക്ഷ്യം എനിക്ക് ഭയങ്കര സ്തോത്രം ടച്ച് ചെയ്തു. ഒരു ഗ്രാമത്തിനകത്ത് അവർ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പ്രതികൂലം വന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പ്രതികൂലം കൂടിയത്. അവരുടെ മക്കൾ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് വിട്ടുപോയത് കൊണ്ടാണ്, നമ്മളെ ദേവന്മാരെ വിട്ടുപോയത് കൊണ്ടാണ് ഇത് നിന്റെ കുടുംബത്തിനകത്ത് വന്നു. അവര് പറഞ്ഞു, എനിക്ക് ഒരു വിഷയമില്ല, മക്കൾ മരിച്ചതിലോ ഭർത്താവ് മരിച്ചതിലോ ഒന്നുമല്ല വിഷയം. അവര് പറയുക, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിനകത്ത് എഴുതിയല്ലോ. ആ പേര് നിലനിർത്താൻ വേണ്ടി ഈ രോഗമോ പ്രശ്നങ്ങളോ കടഭാരങ്ങളോ മാനസിക വിഷയങ്ങളോ ഒന്നും എനിക്ക് വിഷയമില്ല. കാര്യം എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ വന്നു, അതാണ് എനിക്ക് വേണ്ടത്. ഞാനപ്പോ ഓർത്ത കർത്താവേ, അവരുടെ വിശ്വാസം നമ്മളെ പോലെ മനുഷ്യനാ. അവരുടെ വിശ്വാസം, വിശ്വാസം, സ്തോത്രം, വിശ്വാസം. നമ്മളങ്ങോട്ട് ഇറങ്ങി, നമ്മളങ്ങോട്ട് ഇന്ന് ആരാധനയ്ക്ക് വന്നങ്ങോട്ട് വിലപ്പെട്ട് ശക്തിപ്പെട്ട് സ്തോത്രം സാക്ഷ്യം എല്ലാം പറഞ്ഞ് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് ഇച്ചിരി മാറിയിട്ട് പിന്നെ പറയാം, പിന്നെയും കഷ്ടമാണ്. ആർക്കും ഇഷ്ടപ്പെടത്തില്ല, കർത്താവിന് ഇഷ്ടപ്പെടുമോ? കർത്താവിന്റെ നാമം അവിടെ ദുഷിക്കുകയെന്ന് എനിക്ക് വിടുതൽ തന്നിട്ടുണ്ട്, ഉറപ്പാണ്. എന്റെ യേശു എനിക്ക് വിടുതൽ തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവര് ദൈവം പൂർണ്ണമായി വിടുതൽ നൽകും, അത്ഭുതം ചെയ്യും. സ്തോത്രം. ഞാൻ അവർക്ക് ദൈവാസം പറഞ്ഞ് ആ വാക്കൊന്ന് ഓർത്തു നോക്ക്. അങ്ങനെ ഓരോ ഗ്രാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ലയോ, എനിക്ക് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ചെല്ലുന്നിട്ട് രോഗസൗഖ്യം നടത്തും. സ്തോത്രം. ഞാൻ വാക്യം ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് വരാം. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. കണ്ടോ, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, പക്ഷെ അയ്യോ കഷ്ടം ഇടർച്ച വരുത്തിയത്. യേശുക്രിസ്തുവിനെ ക്രൂശിലാക്കുവാൻ, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ഒരുവൻ വേണം, പക്ഷെ ഒറ്റിക്കൊടുക്കുന്നതിന്റെ കാര്യം കഷ്ടമാണ്. യൂത വേണം, യൂത ഉണ്ടെങ്കിലേ ഒറ്റിക്കൊടുക്കാവുള്ളൂ. പക്ഷേ അവൻ ജനിക്കാതിരുന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാ യേശുവിനെ അവനെ കുറിച്ച് പറഞ്ഞു. കാര്യം എന്തുവാ? ഇടർച്ച കൊണ്ടുവരണം, ഇടർച്ച വേണം. നമ്മൾ നിന്ദിക്കണം, പരിഹസിക്കണം, അവമാനിക്കുമ്പോഴേ ദൈവം ചെയ്യത്തുള്ളൂ, അവർ പെണ്ണിലെല്ലാം അനുഗ്രഹിക്കത്തുള്ളൂ. എങ്കിലേ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുന്നു. ഇല്ലയോ? നമ്മൾ ഒരു നിന്ദയും പരിഹാസവും അനുഭവിക്കാതെ ദൈവം നമുക്കെല്ലാം തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിശ്വസ്തത പാലിക്കാൻ പറ്റത്തില്ല, വിശ്വസ്തരാകാൻ പറ്റത്തില്ല, നന്ദിയുള്ളവരായി തീരാൻ പറ്റത്തില്ല. പ്രതികൂലത്തിന്റെ മധ്യയിലും നിന്ദിക്കുന്നവരുടെ മധ്യയിലും പരിഹസിക്കുന്നവരുടെ മധ്യയിലും ദൈവം പറഞ്ഞ ദൂത് നമ്മളെ ജീവിതത്തിൽ നിവർത്തിയായി കഴിയുമ്പോഴാണ് ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായി തീരുന്നു. അല്ലയോ? അപ്പൊ പ്രതികൂലം എല്ലാം നല്ലതാണ്, പക്ഷെ പ്രതികൂലം കൊണ്ടുവരുന്നതിന്റെ കാര്യം കഷ്ടകാലം. ഇപ്പൊ നമ്മളെ നോക്കി പ്രാവുന്നവരും
നമ്മളെ നോക്കി നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവന്റെ കാര്യം എന്തുവാ? കഷ്ടകാലമാ. കാര്യം എന്തുവാ? അവൻ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്കാര് ചോദിക്കും. കർത്താവ് ചോദിക്കും, മാറ്റമില്ല. അടുത്ത വാക്യം പെട്ടെന്ന്. കർത്താവിന്റെ നാമത്തിൽ കർത്താവ് പറയുക, രണ്ട് കാലുള്ളവനായി രണ്ട് കൈയുള്ളവനായി, അല്ലെങ്കിൽ കർത്താവ് സൃഷ്ടിച്ച സകല ശരീരത്തിനകത്തും എല്ലാം അവയവമുള്ളവനായി നരകത്തിൽ പോകുന്നതിനെക്കാട്ടി നല്ലതാണ് ഒറ്റ കൈയനായിട്ട് പോകുന്നത്, ഒരു കണ്ണുള്ളവനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഈ ഒറ്റ കൈ ഒറ്റ കണ്ണും പറഞ്ഞേ? നിന്റെ ഈ വലത്തെ കൈ നിനക്ക് പാപം ചെയ്യിപ്പിക്കുന്നെങ്കിൽ കർത്താവ് പറയുക, അതിനെ വെട്ടി എറിഞ്ഞ് കളാം. നീ ഒറ്റ കയ്യനായിട്ട് സ്വർഗത്തിൽ പോകുന്നത് നിനക്ക് നല്ലത്. രണ്ടു പോലെ കൈയുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കയ്യനായി സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ചാൽ നമ്മളെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. സ്തോത്രം. ഇന്ന് സ്തോത്രം നമ്മൾ ദിവസേന വരുമ്പോൾ സ്തോത്രം നമ്മൾ ഭൂരിപക്ഷ ദൈവമക്കളും കർത്താവിനെ രുചിച്ചറിഞ്ഞ ദൈവമക്കളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മെഡിസിൻ എടുക്കാതെല്ലാം ജീവിക്കണം. കാര്യം എന്താ പറയുക? യേശുവൊക്കെ തന്നെ വിടുന്നുണ്ട്, എന്റെ ശരീരത്തിനകത്ത് മെഡിസിൻ വേണ്ട. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതികൂല പ്രയാസം എന്ത് ചെയ്യും? ശരീരത്തിനകത്തുണ്ടാവും. അങ്ങനെ ഈ ശരീരത്തിനകത്തുണ്ടായി ഒരു ഭാഗം നമുക്ക് നഷ്ടമായി പോയാൽ പോലും നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യല്ലേ? പിശാചിന്റെ വലിയൊരു തന്ത്രം ഞാൻ പറഞ്ഞു. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാത്ത ഒരാളാണ്, നമുക്കൊരു രോഗം വന്നു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ പോയാൽ പറ്റും. അപ്പോൾ കുറെ ഉപദേഷ്ടാക്കളെല്ലാം വന്നു, അല്ലെങ്കിൽ നമുക്ക് പോയേ പറ്റൂ അവസ്ഥയായി. നമ്മൾ പോവാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ പോവാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ജയിച്ചെന്ന കാര്യം എന്തുവാ? ഇവൻ ഓടുന്ന പുതിയ പുതിയ മെഡിസിനെ, പുതിയ ബന്ധങ്ങളെ, പുതിയ കാര്യം, ഇതിനെ ഇങ്ങനെ ചെയ്യണം, അതിനെ അങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മളെ ബുദ്ധിയിലോട്ട് കൊണ്ടുവരും. നമ്മൾ മെഡിസിൻ കഴിക്കാതിരിക്കുന്നവനെ അങ്ങനെ പോകും, കഴിക്കാൻ നോക്ക്. പിന്നെ അവനെ എന്ത് ചെയ്യും? സ്ഥിരം എന്ത് ചെയ്യും? അഡിക്റ്റാക്കുന്നു. സ്ഥിരം അഡിക്റ്റാക്കുന്നു പറഞ്ഞാൽ ദൈവപൈതലല്ല, ഞാൻ പറയുക, നമ്മളെ മൈൻഡിനെ ആര് പ്രവർത്തിക്കും? പിശാചിന് ഭയങ്കര ഇഷ്ടം നമ്മളെ കൊണ്ട് ഒരു തെറ്റ് നമ്മൾ ചെയ്യത്തില്ലെന്ന് പറയുന്ന കാര്യം കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിനകത്തിട്ട് നമ്മളെ മുക്കാൻ നോക്കും. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിവിടെ പാർച്ചിട്ടില്ല, ഒരു സിസ്റ്ററിന്റെ കാര്യം പാർച്ചിട്ടുള്ളൂ. എടുത്ത് കളഞ്ഞു. അത് എടുത്ത് കളയാൻ അതിന് മുമ്പേ അത് നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. എങ്ങനെ പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ കഴിച്ചായിരുന്നെങ്കിൽ, ഡോക്ടറെ കണ്ടായിരുന്നു, അവർ പോത്തില്ലെന്ന് തീരുമാനം എടുത്തത് കൊണ്ടാണ് അവർക്കത് സംഭവിച്ചത്. സ്തോത്രം. അവരെടുത്ത് കളഞ്ഞു. അവരുടെ വിശ്വാസമായിരുന്നു അതുവരെ അവർ പിടിച്ചിരുന്നത്. പൊട്ടിയപ്പോഴാണ് അവരെന്ത് ചെയ്ത് അതെടുത്ത് കളഞ്ഞത്. സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴും ഇപ്പൊ അവർക്ക് ഒരുപാട് വേറെ അടുത്തൊന്നും അത് വ്യാപിച്ചിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. വേറെ എങ്ങും എന്ത് ചെയ്തിട്ടില്ല, വ്യാപിച്ചിട്ടില്ല. വേറെ അടുത്തൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർ മെഡിസിൻ എടുക്കാത്ത ആൾക്കാരാ. ഇപ്പൊ റേഡിയേഷൻ തുടങ്ങി. സ്തോത്രം. ഇപ്പൊ പുതിയ പരിപാടിയിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അവരുടെ ബുദ്ധി എവിടേക്ക് മാറിയേക്കോ? ഇങ്ങോട്ട് മാറിയേക്കോ? കാര്യം എന്തുവാ? അങ്ങനത്തെ ഉപദേശങ്ങൾ അവരുടെ അടുത്തോട്ട് വരുന്നു. അവർക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം പറയാം സിസ്റ്ററെ, ആ സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ പറയുമോ? ആ ദൂതായിട്ട് തന്നെ പറയിട്ട് അത് നഷ്ടപ്പെട്ടു. അവിടെ വെച്ച് വ്യാപരിച്ചില്ലെങ്കിൽ അവിടെ വെച്ച് സ്തോത്രം പറഞ്ഞ് നിർത്തിക്കൂ.
ഇന്ന് നീ മുന്നോട്ട് വേറെ കാര്യത്തിന് പോകണ്ട. നീ ദൈവത്തിന് വേണ്ടി നിന്റെ അവയവത്തിന്റെ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ബാക്കിയുള്ള അവയവത്തെ ആര് നോക്കും? കർത്താവ് നോക്കിക്കോളും. ആ വിശ്വാസം ആർക്കുണ്ടാവണം? ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. പക്ഷെ ഇത് ചെയ്യിപ്പിക്കത്തില്ല ആരും. അവരെടുക്കാതിരുന്നത് മുഴുവനും എന്ത് ചെയ്യും? ഇന്ന് ഞാനൊരു ഒരു ഡൗട്ട് പറയാൻ ദൈവമക്കളെ, ചുമ്മാ ഒരു ചാറ്റമഴ ഒരു 2 മിനിറ്റ് നനഞ്ഞാൽ മതി, പനിയാ. കാര്യം എന്തുവാ? നമുക്ക് പ്രതിരോധ ശക്തി ഇല്ല ശരീരത്തിനകത്ത്. മറ്റേത് ചാറ്റമഴയ്ക്കകത്ത് നിന്നും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വീടിന് പുറത്ത് മഴ നനഞ്ഞോണ്ട് ചിലപ്പോൾ ഒരു ജോലി നമുക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ രോഗിയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമായാലും ഇതെല്ലാം സ്തോത്രം എന്ത് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ ശരീരത്തിനകത്ത് പ്രതിരോധ ശക്തിയില്ല. നമ്മൾ കഴിച്ച മരുന്നെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇതിനെ എന്ത് ചെയ്യുന്നില്ല? ഏറ്റെടുക്കുന്നില്ല. സ്തോത്രം. പണ്ട് ഒരു പാരസെറ്റമോൾ കൊടുത്ത പരിപാടി തീരുമായിരുന്നു പനി. ഇന്ന് പാരസെറ്റമോൾ ഒന്നും പറ്റത്തില്ല, അതിനപ്പുറത്തേക്ക് പോയേക്കുക. കാര്യം നമ്മുടെ ശരീരം എന്ത് ചെയ്തേക്കുക? ഇതാണ് പിശാചിന്റെ ഒരു തന്ത്രം. നമ്മൾ ചെയ്യത്തില്ലെന്ന് പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അത് വെച്ച് മുതലാകും. നമ്മൾ ഓർക്കണം ദൈവമക്കളെ, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കർത്താവ് പറയരുത്, അതിനകത്തിനാണ് പറയുക, 2 കൈയുള്ളവനായി നീ സ്വർഗത്തെ പോകുന്നതിനേക്കാൾ നല്ലത്, അല്ല നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കൈയാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് പാപം ചെയ്യുവാൻ എന്താണ് നിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്? അതിനെ അവിടെ വെച്ച് ക്ലോസ് ചെയ്യും. അത് ബന്ധമാവട്ടെ, സ്വന്തമാവട്ടെ, നിന്റെ ഉറ്റവരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ആരോ ആവട്ടെ, പാപം സംബന്ധമായുള്ള കാര്യം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അവിടെ വെച്ച ബന്ധം നിർത്തിക്കോണം. കാര്യം എന്തുവാ? നീ ആരാ? ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവപൈതലാണ്. ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവപൈതലാണ്. അവന്റെ ബാക്കിയുള്ള കാര്യത്തിനകത്ത് നീ തോളെ കൈയിടാൻ പാടില്ല. നീ മാറ്റി നിർത്തിക്കോണം. കർത്താവ് പറയോ, വലം കൈ നിന്നെ കൊണ്ട് പാപം ചെയ്യുന്നെങ്കിൽ വലം കൈ എന്ത് ചെയ്യണോ? വെട്ടി എറിഞ്ഞു കളഞ്ഞോണം. അങ്ങനെ വലം കൈ നിനക്ക് വേണ്ട. വലം കൈ നിനക്ക് വേണ്ട. ഒറ്റ കൈ മതി. എവിടെ വരാൻ? സ്വർഗത്തിൽ വരാൻ. സ്തോത്രം. ഞാൻ ആ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഓർത്തത്, ഓരോ ദൈവമക്കളുടെ പ്രത്യാശ ഭയങ്കര വലുതാണ്. അവർക്ക് പ്രതികൂലം വന്നു, പ്രയാസം വന്നു, അയ്യോ അതുകൊണ്ടാണ് ഞാൻ പിശാചെന്തുവാ 1, 2, 3 മരണമല്ല കുടുംബത്തിനകത്ത് നടന്നത്. കാര്യം എന്തുവാ? അവരുടെ മനസ്സിനെ എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അപ്പോഴും അവര് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടല്ലോ, അത് മതി. ഇതുവരെ കിട്ടാത്ത ഭാഗ്യമാണ് ജീവന്റെ പുസ്തകത്തിൽ പേര്. ജീവന്റെ പുസ്തകത്തിലെ പേര് അവർ കണ്ടോ? അവർ കേട്ടപ്പോഴേ അതിലേക്ക് അവർ പ്രവേശിച്ചു. കാര്യം എന്തുവാ? അവരുടെ മനസ്സതാ. അവരെടുക്കുന്ന തീരുമാനമല്ല. പലപ്പോഴും നമ്മളെ തീരുമാനമാണ് ദൈവത്തിന്റെ നന്മയെ അനുഗ്രഹം ചെയ്യപ്പെട്ടത് പ്രാപിക്കാൻ കഴിയാത്ത. ദൈവത്തിന് പ്രാപിക്കാൻ കഴിയാത്ത നമ്മളെ ചില തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പുറത്തു വരണം. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മൾ ആദ്യം വായിച്ചപ്പോൾ പറയുന്നു, അവകളിൽ എന്നിൽ ചെറിയൊരുവനെ, കർത്താവിന്റെ നാമത്തിൽ ചെറിയതായിട്ട് നിൽക്കുന്ന ഒരുവനെ പോലും ഒരാൾ തൊട്ടാൽ ദൈവം ചോദിക്കും. സ്തോത്രം. പൗലോസ് തൊട്ടു. പൗലോസിനോട് ചോദിച്ചു. എങ്ങനെയാ ചോദിച്ചേ? എന്നെ എന്തിനാ നീ ഉപദ്രവിക്കുന്നത്? അപ്പോഴും പറഞ്ഞു, കർത്താവെ ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. എന്റെ നാമത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ തൊട്ടാൽ എന്നെ തൊടുന്ന പോലെ. അപ്പൊ നമ്മളെ സ്തോത്രം ഒരാൾ തൊടാൻ ദൈവം അനുവദിക്കൂ? ഒരു രോഗത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ചോണം. നമ്മൾ രോഗിയാ, നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, നമ്മൾ കിടപ്പില്ല. അവിടുന്ന് പ്രാർത്ഥിച്ചു, ഒരു രോഗത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല. കാര്യം ഞാൻ യേശുവിന്റെ പൈതല. യേശുവിന്റെ ആത്മാവ് എന്റെ മേൽ വെളിപ്പെടുന്ന കാലത്തോളം ഒരു രോഗത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നീ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാച് പറഞ്ഞ നിന്നെ രോഗിയായി കിടത്തിയേക്കില്ലയോ? അന്നത്തെ നിനക്ക് ഇത്ര അഹങ്കാരമോ? അതേ അഹങ്കാരമുണ്ട്. യേശു എനിക്ക് ഉണ്ടെങ്കിൽ, യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അഹങ്കാരം ഉണ്ടടാ. ഒരു രോഗത്തിനും എന്നെ വിടുവാൻ കഴിയത്തില്ല, തകർക്കുവാൻ കഴിയത്തില്ല, ഒരു രോഗത്തിനും എന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. കാര്യം ഞാൻ യേശുവിന്റെ പൈതല.
എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. അങ്ങ് പ്രാർത്ഥിക്കണം. കിടക്കുന്ന കിടപ്പിനകത്തവൻ അല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ലയോ, അവിടുന്ന് മനസ്സിനകത്ത് ഈ പ്രാർത്ഥനയായിരിക്കണം. ഒരു രോഗത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനും എന്നെ ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനും എന്നെ മരണത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു രോഗ ആത്മാവ് എന്നിവ ജയിക്കത്തില്ല. കാര്യം അതിനെയെല്ലാം ജയിച്ച കാൽവരി ക്രൂശിച്ച അതിൽ ക്രൂശിനെ തകർത്ത രക്തം ഒഴുക്കിയ പാപത്തെ എന്റെ രോഗത്തെ മാറ്റിയ ശരീരം തകർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ റോമ പൗരത്വത്തിന്റെ സകല സാമ്രാജ്യത്തിന്റെ സകല പദ്ധതികളെ പ്രാണികളെ ഉടച്ചു മാറ്റിക്കൊണ്ട് പുറത്തു വന്നൊരു യേശു എന്റെ നായകൻ. ആ യേശു ഉള്ള കാലത്തോളം എന്റെ കുടുംബത്തിനകത്ത് യേശു നായകനായിരിക്കുന്ന കാലത്തോളം എന്റെ യേശു എനിക്ക് നായകനായിരിക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. അങ്ങോട്ട് പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഇതെല്ലാം ആ പ്രാർത്ഥന. കടഭാരം വരുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു കടത്തിനും എന്നെ കടക്കാരനായിട്ട് ദൈവം വിടാൻ സമ്മതിക്കത്തില്ല. കടം ദൈവം മാറ്റും. കടത്തിലായിരിക്കും നീ മുങ്ങിക്കൊണ്ടിരിക്കും. നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കടക്കാരൻ വന്ന് നിൽക്കുക നിന്നെ പിടിക്കാൻ. അപ്പോഴും നീ പ്രാർത്ഥിയെ എന്നെ ഒരു കടത്തിന് ദൈവം വിട്ടുകൊടുക്കുന്നില്ല. എന്റെ കടഭാരം എന്റെ ദൈവം മാറ്റാൻ പോവുക. എന്റെ കടഭാരം ദൈവം മാറ്റാൻ പോവുക. എന്റെ കടഭാരത്തിന്റെ അവസ്ഥ ദൈവം മാറ്റാൻ പോവുക. എന്റെ കടഭാരത്തിന്റെ അവസ്ഥ ദൈവം മാറ്റാൻ പോവുക. ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. എന്ത് കടക്കാരനായിട്ട് ഞാൻ കിടക്കത്തില്ല. എന്റെ യേശു അത്ഭുതം ചെയ്യും. Hallelujah. Hallelujah. സ്തോത്രം, സ്തോത്രം. ഒരു റേഡിയേഷനും കൊണ്ടോ സ്തോത്രം ഹല്ലേലൂയ മറ്റുള്ള ചെക്കപ്പിലല്ല ഞാൻ ഇത്രയും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ള ശരീരത്തിന്റെ ഓരോ അവയവത്തെ ആര് മുദ്രയിടും? എന്റെ യേശു മുദ്രയിടും. എന്റെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ഒരു പ്രതികൂലമാ ഇപ്പോൾ വന്നത്. അത് പോയെങ്കിൽ പോട്ട് എന്റെ ശരീരത്തിന് ഇരട്ടി ആരോഗ്യം തരും. കാര്യം എന്റെ യേശുവിന് എന്റെ ശരീരത്തിനെ കുറിച്ച് പ്രാധാന്യമുണ്ട്. ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന് പ്രാധാന്യമുണ്ട്. എന്ന് ഈ ശരീരം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ, ശരീരത്തിന്റെ അവയവത്തെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുവാനും സൗഖ്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും അത്ഭുതം ചെയ്യുവാനും എന്റെ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ രോഗബന്ധനം നിന്റെ ശരീരത്തിന് അഴിയാൻ പോവുക. ഇന്ന് പകർച്ചയിലെ മറുപടി നിന്റെ കുടുംബത്തിനകത്ത് ദൈവം തരാൻ പോവുക. ഇന്ന് നിന്റെ ശരീരത്തിനകത്ത് നിന്റെ മറുപടി തരാൻ പോവുക. നിന്റെ തലമുറ കെട്ടിവെച്ച കെട്ടുകൾ പോക്കട്ട്. നിന്റെ തലമുറ നന്മ പ്രാപിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ അഴിയട്ട്. യേശുവിന്റെ ശക്തിയിൽ പകരം വെളിപ്പെടാട്ട്. രോഗ സൗഖ്യത്തിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്. സാമ്പത്തിക നന്മത്തിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്. ദേശത്ത് അപമാനമായി കിടക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ദേശത്ത് നീ മാനിക്കപ്പെടാട്ട്. ദേശത്ത് ഒരു അനുഗ്രഹമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. Hallelujah. സ്തോത്രം, സ്തോത്രം. നമ്മളെ ഫ്രണ്ടിൽ ഒന്നുമില്ല, ശൂന്യമാണ്. നമ്മളെ ഫ്രണ്ടിൽ ഒന്നുമില്ല, ശൂന്യമാണ്. ഇന്ന് പകല് വിശ്വസിക്ക്. ഈ ശൂന്യ അവസ്ഥയിൽ ദൈവം ചെന്ന് ചെയ്യാൻ പോവുക. എന്റെ യേശു ചെന്നത് ചെയ്യാൻ പോവുക. ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. ഞാൻ വീട് പോകത്തില്ല. ഒരുവന്റെ പ്രാക്കും എന്റെ കുടുംബത്തിനകത്ത് ഏൽക്കത്തില്ല. ഒരാപചാരം എന്റെ കുടുംബത്തിനകത്ത് ഏൽക്കത്തില്ല. ഞാൻ യേശുവിനെ പൈതല. ആപചാരത്തെ തകർത്ത് കളഞ്ഞവനാ യേശുവെങ്കിൽ, പിശാചിന്റെ തല തകർത്ത് കളഞ്ഞ യേശുവെങ്കിൽ, ഇന്ന് പകൽ ചില വൻ മുൻവിധികളെ ഉടച്ചു മാറ്റിക്കൊണ്ട് ഞാനും എന്റെ കുടുംബം പുറത്തു വരാൻ പോവുക. സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവം നമ്മളെ മേൽ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നിശ്ചയമായി ആര് ചെയ്യും? പൊട്ടനെ പോലെ നിൽക്കാനാ കർത്താവ് ആഗ്രഹിക്കും. പൊട്ടനെ പോലെ നമ്മൾ ദൈവസന്നിധി നിൽക്കാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മളെ ബുദ്ധിയൊന്നും കർത്താവിന്റെ സന്നിധി വേണ്ട. നമ്മളെ ചിന്തകളൊന്നും കർത്താവിന്റെ സന്നിധി വേണ്ട. അഭിപ്രായങ്ങളൊന്നും കർത്താവിന്റെ സന്നിധി വേണ്ട. കർത്താവിന്റെ സന്നിധി നമ്മളങ്ങ് പൊട്ടനായത് ആയി പ്രവർത്തിക്കും. ദൈവം അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ നന്മ അനുഗ്രഹം ആർക്ക് പ്രാപിക്കാൻ പറ്റും? സ്തോത്രം. നമ്മൾ തെറ്റ്
ലേക്ക് വീണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനകത്ത് എന്തെങ്കിലും കുറവുകൾ കോട്ടം വരുത്തുന്നെങ്കിൽ അത് മുതലെടുക്കാൻ ആര് നോക്കുന്നത്? വിശാൽ നോക്കുന്നത്. അങ്ങനെയുള്ള ഉപദേശമാണ് ഓരോരുത്തരെയും കൊണ്ടുവരുന്നത്. ആ ഉപദേശത്തിനകത്ത് എന്ത് പ്രിയ ദൈവമക്കളെ, നീ വീട് പോലെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അന്ത്യകാലത്ത് എന്റെ നാമം പറഞ്ഞ അനേകം വരും, നിങ്ങൾ വഴിതെറ്റി പോകരുത്. കാര്യം എന്തുവാ? നിങ്ങൾ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയം പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ജയം പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. കർത്താവ് പറയുക, വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ, ആ വാക്ക് ഭയങ്കര ഇതാ, നിനക്ക് വലം കണ്ണ ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിന് എന്ത് ചെയ്യണോ? ചൂന്നെടുത്ത് കളാം. സ്തോത്രം. നാളെ കണ്ണാടിയുടെ വേണ്ടി പോയി ഈ കണ്ണിന് എനിക്ക് ഇടർച്ചയാന്ന് പറഞ്ഞ് ചൂന്നൊന്നും എടുത്ത് കളയല്ലേ. പ്രൈസറോ പാസ്റ്റർ പറഞ്ഞതാ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിനകത്തുള്ള ചിന്തകളെ എടുത്തു കളയാൻ കർത്താവ് പറയുന്നു. നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ചിന്തകൾ, ഭയപ്പെടുത്തുന്ന ചില ചിന്തകൾ. ഞാനിവിടെ കാര്യം ദൈവമക്കളോട് പറയാലോ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, 10 കൊല്ലം കൊണ്ട് എന്റെ കൈ പൊങ്ങത്തില്ല, നല്ലോണം പൊങ്ങത്തില്ല. ഇതെനിക്ക് അറിയത്തില്ല, ഇതിന്റെ പ്രോബ്ലം എനിക്ക് അറിയത്തില്ല. ഡയബറ്റിക്കിനകത്തുള്ള പ്രോബ്ലം എനിക്ക് അറിയത്തില്ല. കാര്യം എന്തുവാ? ഈ കയ്യിൽ ആരെങ്കിലും തട്ടിയായിരിക്കും ഭയങ്കര വേദന. ഓർക്കാപ്പുറത്ത് ഞാൻ അറിയാതെ വന്ന് എന്റെ കയ്യിലോ അല്ലെങ്കിൽ തട്ടി കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. യേശു, എനിക്ക് അനക്കാൻ വയ്യ. സ്തോത്രം. ഈ കൈ ഇങ്ങനെ വെക്കുന്ന പോലെ ഈ കൈ നൂരത്തില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു 5-6 വർഷം കഴിയുമ്പോഴേ ഇത് അറിയാൻ തുടങ്ങി. എന്തുവാ? ഞാൻ കണ്ണാടിയിലെല്ലാം നിൽക്കുമ്പോൾ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ഈ കൈ നൂന്ന് വരുന്ന പോലെ എന്ത് ചെയ്യുന്നില്ല, ഇത് നൂന്ന് വരുന്നില്ല. സ്തോത്രം. 3-4 വർഷത്തിന് മുമ്പേ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു, കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഈ കൈക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുവാ? തട്ടിയാൽ വേദന എടുക്കും. ഞാൻ ഓർക്കപ്പുറത്തേക്ക് കിടക്കുമ്പോഴും കുഞ്ഞുങ്ങൾ വന്ന് തട്ടിയാൽ ഭയങ്കര വേദനയാണ്. 10 കൊല്ലം മേലോളം ഈ ബന്ധനം എന്നെ ബന്ധിച്ചുകൊണ്ടിരുന്നതാണ്. 10 കൊല്ലമായപ്പോഴാണ് എനിക്കിത് തിരിച്ചറിയാൻ പറ്റിയത്. 6 മാസം ഞാൻ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് പഴയ പോലെ കൈ ഒന്ന് നൂന്ന് കിട്ടണം. അസാധ്യമാണ്. സ്തോത്രം. എന്നെ അറിയാവുന്ന അടുത്ത സുഹൃത്തുക്കളെല്ലാം എന്നോട് പറഞ്ഞു, ഈ കൈ നൂരത്തില്ല. സ്തോത്രം. ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കൈ നൂരത്തില്ല, ഇനി ഇത് നൂന്ന് വന്നാലും പഴയ പോലെ ഒന്നും വരത്തില്ലെന്ന്. സ്തോത്രം. 6 മാസം പ്രാർത്ഥിച്ചു, മടുത്തു പോകാതെ. 6 മാസം കഴിയുമ്പോൾ കർത്താവ് കൈ നൂത്തു. ഇപ്പൊ ഞാൻ ഇന്നും കണ്ണാടി നോക്കാറുണ്ട്. കാര്യം എന്തുവാ? ഇത്രയും നൂത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ കൈ നോക്കാതിരിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ നിങ്ങൾക്കറിയാം, ഇതിന്റെ വീഡിയോ നോക്കിയാൽ മതി. പണ്ടല്ല എന്റെ കൈ ഇത്രേ പൊക്കത്തുള്ളൂ. ഞാനത് പിടിച്ചു വെച്ചാ പൊക്കുന്നത്. ഈ കൈയാ കൂടുതൽ പൊക്കുന്നത്. സ്തോത്രം. പക്ഷേ ഈ കൈ പൊങ്ങാൻ തുടങ്ങിയ പിന്നെ ഇത് പൊക്കിക്കൊണ്ടായിരിക്കുന്നത്. കാര്യം എന്തുവാ? ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇത് കർത്താവ് സൃഷ്ടിച്ച ജോലിയില്ല. ഇതിനെ നൂത്തെടുക്കാൻ ആർക്ക് കഴിയും? 10 കൊല്ലം കൊണ്ട് ഇത് കട്ടയായി പോയി, ഒരിക്കലും നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയബറ്റിക്സ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരിക്കലും നോക്കാൻ പറ്റത്തില്ല. കുറെ എല്ലാം അയവുണ്ടാവും എക്സസൈസ് ചെയ്താൽ. ഇത് ഒരു എക്സസൈസും അല്ല, എന്റെ യേശുവിന്റെ നാമത്തിലാണ് നൂന്ന് കിട്ടിയത്. കാര്യം എന്തുവാ? എന്റെ യേശു സൃഷ്ടിച്ചത്. ഇതേപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം. രോഗം വന്നു, നിങ്ങൾ ചികിത്സിക്കാൻ പോകുന്നതോ മരുന്നെടുക്കുന്നതിലോ ഒന്നും ഒരു വിഷയമില്ല. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾ ഉറപ്പാണ്. ഇന്ന് ഗീതയാന്റി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ത് വന്നറിയാമോ? സ്തോത്രം. രോഗം വരുമ്പോൾ മക്കൾ പറയുമായിരുന്നു, എന്ത് പറയുന്നു? പോയി ഹോസ്പിറ്റലിൽ പോകുന്നു പറയും. അപ്പൊ സ്തോത്രം. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി 2 ഗുളി കഴിച്ചപ്പോഴാണ് രോഗം കൂടിയത്. അപ്പോഴും പറയുക, ഇനി അത് കഴിക്കണ്ട. അവരുടെ നാവ് കൊണ്ട് പറയിപ്പിച്ചോ? ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഞാൻ വിശ്വസിച്ചാൽ എനിക്കെതിരെ നിൽക്കുന്ന ബലഹീനകളും ആര് മാറ്റും? രോഗം കഴിക്കും, മരുന്ന് കഴിക്കുന്നതിനകത്തൊന്നും ഞാൻ പറയത്തില്ല. സ്തോത്രം. പക്ഷെ മരുന്നേന്ന് പറഞ്ഞ് നീ ആശ്രയിക്കരുത്. അത് ഞാൻ പറയും. ഡോക്ടറെ എന്ന് പറഞ്ഞ് നീ ആശ്രയിക്കരുത്. നീ ആരെ ആശ്രയിക്കാവൂ? നസ്രനായ യേശുവിനെ ആശ്രയിക്കാവൂ. അങ്ങനെ ഒരു പ്രതികൂലം വന്നാൽ നീ പ്രാർത്ഥിച്ചോണം, കർത്താവ് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരണം. സ്തോത്രം. ഒരു പാരമ്പര്യ പാപങ്ങളെ
സ്തോത്രം. നാം ജനിക്കുന്ന മുമ്പേയുള്ള നമ്മുടെ പാപത്തെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവെന്ന് വാമൊഴിയാൽ നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആ പാപത്തെ, ശാപത്തെ മാറ്റിക്കളയാമെങ്കിൽ നമ്മളെ പാപത്തെ മാറ്റിക്കളയും, നമ്മളെ രോഗത്തെ എന്ത് ചെയ്യും? മാറ്റിക്കളയും. ആരും രോഗത്തെ മാറ്റി തരും. അയ്യോ, എനിക്ക് പാരമ്പര്യമായിട്ടുള്ള രോഗമാണ്, എടാ അത് മാറ്റാൻ ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നീ മരുന്ന് കഴിക്കുക, മരുന്ന് കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, നീ കഴിച്ചു. പക്ഷെ അതിലല്ല നിന്റെ ആശ്രയം. നിന്റെ ആശ്രയം ആരില്ലായിരിക്കണം? ആ മരുന്ന് നീ കഴിക്കുന്ന വ്യക്തിയായാലും ഇത് വേരിയേഷൻ ഉണ്ട്, കൂടുകയും കുറയുകയും ചെയ്യും, ഇല്ലയോ? ഒരു രോഗം സ്ഥിരമായിട്ട് ഡയബറ്റിക് ഉള്ള ഒരാളാ, അല്ലെങ്കിൽ മറ്റൊരു രോഗമുള്ള ആളാ, കൊളസ്ട്രോൾ ഉള്ള ആളാ, എന്ത് ചെയ്യും? ഇത് കൂടുകയും കുറഞ്ഞുകൊണ്ടിരിക്കും നീ കഴിക്കുന്ന ആഹാരം അനുസരിച്ച്. ഈ മരുന്ന് നീ കഴിച്ചാൽ പോലും കൂടിയും കൊണ്ട്, പക്ഷെ ഇത് പൂർണ്ണമായി എടുത്ത് മാറ്റുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ. നീ ഈ മരുന്നിനെ അല്ല ആശ്രയിക്കുന്നത്. നല്ല ചില ഡയബറ്റിക് ഡോക്ടേഴ്സ് എല്ലാം പറയാറുണ്ട്, എല്ലാ ആഹാരം നിങ്ങൾ കഴിച്ചു. നല്ല ഡോക്ടേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ എല്ലാ ആഹാരം കഴിച്ചു, പക്ഷെ കൊതിക്ക് മാത്രമേ കഴിക്കാവൂ. 10 പീസ് ആപ്പിൾ വെച്ചാൽ 1 പീസേ കഴിക്കാം. നമ്മളെ കൊതി 10 തിന്നുമോ? ഡോക്ടർ അറിയാമോ ആ ബുദ്ധി? നമുക്ക് 10 തിന്നണമോ കൊതിയാ. ഇദ്ദേഹം പറയാം കൊതിക്ക് മാത്രം കഴിച്ചോളൂ. 10 കഴിക്കണം കൊതിയുള്ളപ്പം പിന്നെ അത് പറയുന്നത് ശരിയാണ്. കൊതിക്ക് മാത്രം ഒരെണ്ണം കഴിച്ചു. പഴയ പ്രായമുള്ളവർ പറയത്തില്ലേ, എടാ ഞാൻ കൊതി വിടും, എന്തെങ്കിലും ഗുണം വരും. അതേപോലെ ഡോക്ടർ പറയുക 10 വെക്കും, മറ്റുള്ളവർ കഴിക്കണം, അതുകൊണ്ട് നീയാൽ ഒരു കൊതിക്ക് കഴിച്ചു. നല്ല ദൈവം ശുദ്ധീകരിച്ചത് അശുദ്ധമെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ഈ രോഗം വരുമ്പോൾ ഒരുപാട് ഉപദേശം വരുമ്പോഴേ ഓർത്തോണം, ഒരുപാട് ഉപദേശം വരുമ്പോഴേ ഓർത്തോണം, ഇത് ആരുടെ പ്ലാനാണ്? കർത്താവേ, ഞാൻ മരുന്നെല്ലാം കഴിയും, കർത്താവേ എനിക്ക് ബലഹീനമുണ്ടാകും, എനിക്ക് രോഗമുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശരീരത്തിൽ, ഞാൻ കഴിച്ചു പോകുന്നതാണ്. പക്ഷെ എന്റെ ദൈവമേ, ഇതിന് ഞാൻ അടിമയാവല്ലേ? അപ്പൊ എനിക്കൊന്ന് പുറത്തു വരണം. ഈ കണ്ണുനീരും പ്രാർത്ഥനയായിരിക്കണം ദൈവമക്കൾക്കുള്ളത്. എങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? നിന്റെ ചില ബലഹീനതകൾ ക്ഷമിക്കും. അല്ല, ഇതിനെ മാത്രം ആശ്രയിച്ചാൽ നീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിനക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും എവിടുന്നും എന്ത് ചെയ്യത്തില്ല, ലഭിക്കത്തില്ല. ഞാൻ ഓർക്കും ഒരു രോഗമില്ലാതിരുന്ന വ്യക്തിക്ക് രോഗം വന്നാൽ പിന്നെ അവനെ കൊണ്ട് കഴിപ്പിക്കേണ്ടതിന് അപ്പുറത്തത്. ചിലപ്പം 30 വയസ്സ് വരെ രോഗമില്ലാത്തവൻ 30-ാം വയസ്സിലായിരിക്കും രോഗമുണ്ട്. ഈ 30 വർഷം കൊണ്ട് കഴിപ്പിക്കേണ്ട ഒറ്റ ദിവസം കൊണ്ട് കഴിപ്പിക്കും. ഇത് ആരുടെ പ്ലാനാണ്? ഇത് പുതിയ പ്ലാനും പദ്ധതിയായിട്ട് പലരും വരും, വീണ് പോകല്ലേ, ഇതിനകത്ത് വീണ് പോകല്ലേ. എവിടെ എന്ത് റിസൾട്ട് വരട്ടെ, റിസൾട്ട് എല്ലാം നിനക്ക് അമികാല സ്വപ്നം നെഗറ്റീവ് ആവട്ടെ, നീ ഭാരപ്പെടണ്ട. പോസിറ്റീവ് ആക്കുന്ന ഒരു ദൈവം ഉണ്ട് എനിക്ക്. പോസിറ്റീവ് ആക്കുന്ന ദൈവം ഉണ്ട് എനിക്ക്. പിന്നെ കുറെ കഴിച്ചതില്ലയോ, കുറെ ലിമിറ്റഡ്. ഇത്രയും വർഷം കഴിച്ചില്ലയോ? എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അച്ഛനെ ചോദിക്കുക, 75 വയസ്സായി, ഇപ്പോഴാ ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അത് കഴിക്കല്ലേ ഇത് കഴിക്കല്ലേ, പിള്ളേരൊന്നും തിരത്തുമില്ല, ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ 75 വർഷം കൊണ്ട് ഇന്ന് തിന്നിരിക്കും, ഇനിയെങ്കിലും കള, ഇനിയെങ്കിലും കള. അത്രേ ഉള്ളതിനകത്ത് 75 വയസ്സ് വരെ കഴിക്കാൻ ദൈവം തന്നില്ല ആരോഗ്യം. അത് ഏറ്റവും വലിയ കാര്യമാണ്. അച്ഛാ 75 വയസ്സായി, എനിക്ക് 47 വയസ്സായുള്ളൂ, 48 വയസ്സാവുന്നേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പലതും വിട്ടു, പിന്നെ അച്ഛൻ എന്താ വിട്ട? അപ്പൊ പുള്ളി പറയാ, അത് ശരിയാ, എങ്കിലും എങ്കിലാണെങ്കിലും ഒരു കാര്യം ചെയ്യും, കൊതി തീർക്കാൻ വേണ്ടി കഴിയും. സ്തോത്രം. അവർക്ക് പ്രാർത്ഥനയും വേണ്ട, എങ്കിൽ ഇതവർക്ക് വേണമെന്ന ഇങ്ങനെ പറയുന്ന കുറെ ടീമുകളുണ്ട്. ഇവരെ അടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉള്ള വിശ്വാസത്തോട് എന്ത് ചെയ്യത്തില്ല, തകർന്നു പോകുന്നത്. പൊട്ടനെ പോലെ വിശ്വസിക്കുന്നത്. ആ 12 വർഷമായി അല്ലെങ്കിൽ 38 വർഷമായി കുളക്കരെ കിടക്കുന്നവൻ പറയുക, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. കർത്താവിന് അവനെ അതാ ഇഷ്ടപ്പെട്ടെ, ആ ഒറ്റ വാക്കിന്. ആരെങ്കിലും എന്നെ സഹായിപ്പിച്ചായിരുന്നു ഞാൻ വിടുതൽ കിട്ടിയത്, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഇന്ന് പകലെ എന്നെ നിങ്ങളെ സഹായിപ്പാൻ ഒരാളുണ്ട്. 38 വർഷം കൊണ്ട് കുളക്കരെ കിടക്കുന്നവർ പറയുക, എന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിൽ, ഇന്ന് പ്രിയ ദൈവമക്കളെ ബെഥേൽ പർച്ചേസ് സെന്ററിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, നിങ്ങളെ സഹായിപ്പാൻ ഒരുവനുണ്ട്, നിങ്ങളെ സഹായിപ്പാൻ ഒരുവനുണ്ട്. അത് നിങ്ങളുടെ ബന്ധുവിന്റെ പേരല്ല, സ്വന്തക്കാരന്റെ പേരല്ല,
നിങ്ങളുടെ ഭവനത്തിലുള്ളവന്റെ പേരല്ല, സഹോദരങ്ങളുടെ പേരല്ല, നാട്ടുകാരുടെ പേരല്ല, എന്നെ രക്ഷിച്ച യേശുവിന്റെ പേരാ. എനിക്കൊരാളുണ്ട്, യേശുണ്ട്. എന്റെ പറ്റമ്മ ഉപേക്ഷിച്ചാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ വെറുത്താലും വെറുക്കാത്തൊരു യേശുവിനുണ്ട്. ആ യേശുവിനുള്ള കാലത്തോളം എന്നെ ഒരു അന്ധകാര ശക്തികൾക്കും അവന്റെ പ്ലാനിനോ പദ്ധതികൾക്കോ എന്നെ തോന്നുവാൻ അനുവദിക്കത്തില്ല. ഏറ്റെടുത്തങ്ങോട്ട് പ്രാർത്ഥിച്ചോ. എന്നെ തൊടുവാൻ ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ ഒരാളുണ്ട്, എന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരാളുണ്ട്, എന്നു മേൽ അത്ഭുതം ചെയ്യുവാൻ ഒരാളുണ്ട്. എന്റെ യേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ആരാധിക്കുമ്പോൾ സ്തോത്രമാല തെങ്ങി കയറാത്തവൻ തെങ്ങി കയറി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമാണ് അവന്റെ ജീവിതത്തിനകത്ത് അവന് കിട്ടിയത്. ഇത്രയും കാലം അവന് കിട്ടാത്ത സന്തോഷമാണ്. ജസ്റ്റ് ഒന്ന് ആരാധന കണ്ടിട്ട് പോകാൻ വന്നവനാണ്, അതുകൊണ്ട് അവൻ തെങ്ങിച്ചാരി നിന്നത്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മനസ്സിനെ കണ്ടു. സക്കായി വന്നു, യേശുവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. പക്ഷേ സക്കായിക്ക് ഒരു ആത്മാർത്ഥ മനസ്സുണ്ടെന്ന്, ആയിരങ്ങൾ കൂടി നിൽക്കുന്നവർക്ക് ഇല്ലാത്തൊരു മനസ്സ് ആർക്കുണ്ട്? സക്കായിക്കുണ്ട്. കാര്യം എന്തുവാ? യേശു അവനെ കണ്ട് സക്കായി എന്ന് വിളിച്ചപ്പോഴേ അവൻ സകല ഭാവം ഏറ്റുകൊണ്ടു, സകലവും വിട്ടുകൊടുത്തു. അവനുള്ളതിനെ എല്ലാം ചപ്പും ചവറുമായിട്ട് കണ്ടു. യേശു എന്റെ ഭവനത്തിൽ വന്നാൽ അമ്മ ഞാൻ ഇത് ചെയ്തതെല്ലാം തിരിച്ചു കൊടുക്കാം. ഞാൻ ഓർക്കുക, യേശു ഒരാളെടുത്ത് വരുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവണം? മാനസാന്തരം ഉണ്ടാവണം. സക്കായിയെ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ ആയിരങ്ങൾ യേശുവിനെ തേടി നിൽക്കൂ, കാണാൻ വേണ്ടി, യേശുവിനെ തൊടാൻ വേണ്ടി, യേശുവിനെ ഒന്ന് തൊടാൻ വേണ്ടി, അല്ലെങ്കിൽ യേശു എന്നെ ഒന്ന് തൊടാൻ വേണ്ടി, അല്ലെങ്കിൽ യേശു എന്റെ വീട്ടിലൊന്ന് വരാൻ വേണ്ടി, യേശു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അനേകർ നിൽക്കുക. ആ സമയത്ത് ആ സക്കായി വരും. സക്കായി പറയും, യേശുവിനെ എനിക്കൊന്ന് കാണും. സക്കായി ഇവർ ആരും അടുപ്പിക്കുന്നില്ല. കാര്യം എന്തുവാ? സക്കായി കൊടുംഭാവിയായിട്ട് വെച്ചേക്കും, കൊടുംഭാവിയായിട്ട് വെച്ചേക്കും. സക്കായി എന്ത് ചെയ്ത്? ഒമാർ ആരും അടുപ്പിച്ചില്ലെങ്കിൽ ഞാൻ യേശുവിനെ കാണും, യേശുവിനെ കാണും. മനസ്സ് നോക്കിക്കോണം, യേശുവിനെ കാണും. സക്കായി അവിടെ നിന്ന് കാട്ടത്തീണമേ വലിച്ചു പിടിച്ച് കയറി. നീളം കുറവാ. ഇവനെന്ത് ചെയ്തു? കൊള്ളാണ്. അവൻ ചാടി മേളിൽ കയറിയിട്ട് യേശുവിനെ നോക്കി. യേശു കാട്ടത്തീണ എടുത്തു വന്നിട്ട് സക്കായി ഇനി ഇറങ്ങി വേണം. നോക്കണേ, ആ സമർപ്പണം, അതിലും വലിയൊരു സമർപ്പണം ആർക്കുണ്ട്? ഈ നിൽക്കുന്ന ആയിരങ്ങൾക്ക് ഇല്ലാത്ത സമർപ്പണം ആർക്കുണ്ട്? സക്കായിക്കുണ്ട്. ഇറങ്ങി വന്നോളെ സക്കായി പറയുക, കർത്താവ് ഞാൻ ചതുവായി മേടിച്ചതെല്ലാം തിരിച്ചു കൊടുക്കും. അതേപോലെ രൂപാന്തരം ആർക്കുണ്ട്? മാനസാന്തരമുണ്ട്. പിന്നെ കർത്താവ് പറയാൻ വല്ല തെറ്റുണ്ടോ? ഇന്ന് നിന്റെ വീട്ടിലാണ് ഞാൻ പാർക്കുന്നത് പറഞ്ഞതിനകത്ത് വല്ല തെറ്റുണ്ടോ? ഇന്ന് പ്രിയ ദൈവമക്കളെ, രൂപാന്തരപ്പെടുന്നവൻ, സ്വയം തെറ്റുകളെ ഏറ്റു പറയുന്നവൻ, എന്റെ പാപത്തെ ഏറ്റു പറയുന്നവന്റെ വീട്ടിനകത്ത് യേശു വസിക്കും. യേശു പറയുക, ഇന്ന് രാത്രി നിന്റെ ഭവനത്തിലാണ് ഞാൻ നിന്നോടൊപ്പം ആത്താനം കഴിക്കുന്നത്, നിന്നോടൊപ്പമായി ഞാൻ കിടക്കുന്നത്, ഇന്ന് നിന്നോടൊപ്പമാണ് നിന്റെ ഭവനത്തിനകത്തുള്ളത്. ഇന്ന് പ്രിയ ദൈവജനമേ, മാനസാന്തരപ്പെടുന്ന സമയമുണ്ടോ? മാനസാന്തരപ്പെടുന്ന വ്യക്തികളുണ്ടോ? രൂപാന്തരപ്പെടുന്ന വ്യക്തികളുണ്ടോ? സ്വയം ഞാനെന്ന് പറയാതെ തന്നെ താറ്റി കൊടുക്കുന്നവരുണ്ടോ? എങ്കിൽ ഇന്ന് പകരം ദൈവത്തിന്റെ ദൂത് പറയുക, ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് യേശു വന്നിരിക്കുന്നു. ഇന്ന് 1000 പേർക്ക് ആ ക്വാളിറ്റി ഉണ്ടോ? ആയിരക്കണക്കിന് ജനം നിൽക്കുക. ഇവർക്കൊന്നും ഇല്ലാത്ത ക്വാളിറ്റി ആർക്കുണ്ട്? ഈ 1000 പേര്, ആയിരക്കണക്കിന് ജനം സക്കായി വലിയ എന്തിനാ ഞങ്ങളെ യേശുവിനെ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്, ഇവരെന്തോ യോഗ്യത? പറഞ്ഞതാ. പറഞ്ഞവന്മാർക്കൊന്നും യോഗ്യതയില്ല. ആർക്ക് യോഗ്യത വന്നു? സക്കായിക്ക്. കാര്യം എന്തുവാ? യേശു വിളിച്ചപ്പോഴേ അവ ഏറ്റുവാ. എന്നിട്ട് പറയാ, വട്ടപൂജ്യമാ, 4 മടങ്ങ് തിരിച്ചു കൊടുക്കാം. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവൻ വട്ടപൂജ്യമാ. അവൻ അതിനും വലുതാ യേശു എന്റെ ഭവനത്തിൽ കയറുന്നത്. സ്തോത്രം. ഇന്ന് യേശു ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയാ നമ്മളെ പ്രശ്നങ്ങളെല്ലാം മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ. സക്കായി ആഗ്രഹിക്കുന്ന അതല്ല, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതി, എനിക്കുള്ള സ്വത്തും
ഞാൻ കൂട്ടിവെച്ചതും നേരത്തെ എല്ലാം വലുതാ ജീവന്റെ പുസ്തകം. ആ ജീവന്റെ പുസ്തകത്തിന്റെ മർമ്മം ആര് മനസ്സിലാക്കി? സക്കായി മനസ്സിലാക്കി. ഇന്ന് ആ മർമ്മം മനസ്സിലാക്കേണ്ട പലരും എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമക്കൾ മേൽ തീയത്തെ വെളിപ്പെടാം. ഇന്ന് അതുകൊണ്ട് നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിച്ചത് സ്തോത്രം. സഭയായിട്ട് പ്രാർത്ഥിച്ചത് കാര്യം എന്തുവാ? ജീവന്റെ പുസ്തകത്തിനകത്ത് പേരെഴുതപ്പെട്ട കൂട്ടമാണ്. സ്തോത്രം. എങ്കിൽ ദൈവം പറയുക, നേരത്തെ നമ്മൾ വായിച്ച വചനത്തിനകത്ത് പറയുക, എന്റെ ചെറിയ ഒരുവനെ തൊട്ടാൽ എന്നെ തൊട്ടതുപോലെ. അപ്പോഴ് എന്നെ തൊട്ടാൽ ദൈവം ചുമ്മാ ഇരിക്കൂ? എന്നെ രോഗിയാക്കി ഇടാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? എന്നെ കടക്കാരനായിട്ട് ഇടാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? മാനസികമായി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനാണോ ദൈവം ഇട്ടേക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കാനെ വിളിച്ച് നിശ്ചയമായി അനുഗ്രഹം ആര് തരും? കർത്താവ്. സ്തോത്രം. ദൈവസന്നിധിയിൽ അടുക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും നമ്മളെ ജീവിതത്തിനകത്ത് വന്നെങ്കിൽ അതെടുത്ത് മാറ്റി. അതിലും വലുതാണ് എന്റെ ദൈവം. അതുകൊണ്ട് കർത്താവ് ശരീരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാധാന്യപ്പെട്ട, അതുകൊണ്ടാണ് പറഞ്ഞ വലം കൈയാൽ നിന്നെ പാപം ചെയ്യുന്നതിനെ വെട്ടിയെടുത്ത് കളാം. കാര്യം അതിനപ്പുറത്ത് വേറെ ബന്ധം പറയാനില്ല, ഉപമ പറയാനില്ല കർത്താവിന്. കാര്യം എന്തുവാ? ദൈവസന്നിധിയിൽ ഞാൻ അടുക്കുവാൻ തടസ്സമായി എന്തായാലും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം പറയുന്ന, അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെ സ്വത്തോ സുഖങ്ങളോ മക്കളെ വിട്ടു വരുന്നവര് ഞാൻ 100 മടങ്ങ് കൊടുക്കും. കാര്യം ഈ ബന്ധത്തിനാട്ടി എല്ലാ ബന്ധം ആരുമായിട്ടായിരിക്കണം? കർത്താവുമായിട്ടാണ്. നമ്മൾ സ്തോത്രം, നമ്മൾ ദൈവത്തിന്റെ കാട്ടി കൂടുതലായിട്ട് എന്തിനെ സ്നേഹിച്ചാലും, അത് മകനെ ആയാലും മകളെ ആയാലും സ്വത്തിനെ ആയാലും പണത്തെ ആയാലും സ്തോത്രം, എന്തിനെ സ്നേഹിച്ചാലും അതിന്റെ പേരിടുക വിഗ്രഹാരാധന. സ്തോത്രം. സുനിത ചിലപ്പം പറയാറുണ്ട്, സുനിത പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് രോഗം വരുന്നത്. സ്തോത്രം. കാര്യം എന്തുവാ? അവള് ചിലപ്പോൾ ദൈവത്തിനാട്ടിയും കൂടുതൽ തന്നെ സ്നേഹിച്ചാൽ ഞാൻ കിടപ്പാവും. സ്തോത്രം. കാര്യം എന്തുവാ? അത് പഠിപ്പിച്ചു കൊടുക്കും. അവള് പറയും, ചിലപ്പോ എന്റെ തെറ്റ് കൊണ്ടായിരിക്കും. ഞാൻ അപ്പോഴാ അറിയുന്നേ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? കാര്യം എന്തുവാ? ദൈവത്തിനുപരിയായി മറ്റെന്തിനെ സ്നേഹിച്ചാൽ. ഇന്ന് ദൈവമക്കളെ നോക്കിക്കോ. പണ്ട് സ്തോത്രം അപ്പുറവും ഇപ്പുറവുമായിട്ടെല്ലാം ഒരു നല്ല അറ്റാച്ച്മെന്റ് ഇല്ലേ? ഇന്നുണ്ടോ? ഇന്നെല്ലാം മതിൽ കെട്ടി അടച്ചേക്കും. പണ്ട് മതിലൊന്നുമില്ല. ഫ്രണ്ടിൽ മതിലും കയറ്റുണ്ടെങ്കിൽ പോലും അപ്പുറപ്പുറമുള്ള വസ്തുവിനകത്തൊന്നും മതിലില്ല. ഇന്നെല്ലാം അടച്ചു കെട്ടി. ഇന്ന് കുറെ പേര് സ്നേഹിക്കുന്നത് അപ്പുറത്തുള്ള മനുഷ്യനെയോ. കർത്താവിന്റെ വചനം പറയുക, എന്നെ പോലെ എന്റെ സ്വരൂപത്തിലുണ്ടായ മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കണം. കർത്താവ് ഉണ്ടാക്കിയ മനുഷ്യനെ ഇന്ന് അവരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനെ സ്നേഹിച്ചെന്നാ പറയുന്നത്. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ഇന്ന് പലരും സ്നേഹിക്കുന്ന എന്തിനാണെന്നറിയാം? വീട്ടിൽ കുറെ ചെടി വളർത്തുക, മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക, ഇതിനെയാ സ്നേഹിക്കുന്നത്. പിന്നെ കുറെ പേര് വളർത്തുനായെയും പൂച്ചയെ മേടിച്ചുകൊണ്ട് സ്നേഹിക്കുക. മക്കളാട്ടി സ്നേഹമാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ എന്ത് വാലാട്ടിക്കൊണ്ട് നിൽക്കും. എന്നാ കപ്പുന്നതെന്ന് അറിയത്തില്ല, എന്നാ പേളകുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ ആ പട്ടിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, പൂച്ചയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ സ്വഭാവം അത് തന്നെ. നീ മനുഷ്യനെ സ്നേഹിക്കുന്നെങ്കിൽ മനുഷ്യന്റെ സ്വഭാവമേ കാണും. അപ്പുറത്തെ വീട്ടിലൊരുത്തരും വിളിച്ചു കൂവി, നിലവിളിച്ച് അവിടെ എന്തുവാന്ന് തിരക്കാനൊന്നും പോത്തില്ല. പക്ഷെ നിന്റെ പട്ടിക്ക് എന്തെങ്കിലും വന്ന് അതിനെ ചോദിച്ചുകൊണ്ട് പോകുന്നതാണ്. എന്ത് രീതിയിലാ കൊണ്ടുപോകുന്ന പട്ടിയെ? കാറിനകത്ത് ഒരു പാവപ്പെട്ടവനെ കയറ്റുന്നില്ല, പക്ഷെ കാറിനകത്ത് കൃഷിനല്ലായിട്ട് ആരെ കൊണ്ടുപോകുന്നേ? പട്ടിയെ. പട്ടിയുടെ തുപ്പല് കാറിനകത്ത് വീഴുന്നത് വിഷയമില്ല, പക്ഷെ ഒരു മനുഷ്യനെ വല്ല തുപ്പിയിട്ടുണ്ടെങ്കിൽ പോയി അവരുടെ കാര്യം. സ്തോത്രം. നിങ്ങൾ കാണുന്നില്ലയോ? അതുപോലെ ചെടിയെ സ്നേഹിക്കുന്ന ചില വട്ടന്മാർ. ചെടിയെല്ലാം വേണം, പട്ടിയെല്ലാം വേണം. പട്ടി എടുത്തിരിക്കണം, ചെടി എടുത്തിരിക്കണം. മനുഷ്യനെ പോലെ എന്നെ സ്നേഹിക്കല്ലേ, മക്കളെ പോലെ എന്നെ സ്നേഹിക്കല്ലേ. ചിലതെല്ലാം പട്ടിയെ കൊണ്ടുപോയി അവർ പ്രസവിച്ച പോലെ പട്ടിയെ പൂച്ചയെ കൊണ്ടുവന്ന് കണ്ടു. ദൈവത്തോടും മനുഷ്യനോടും നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. തിരുമേശ നിൽക്കുന്നവനോട് പറയുക,
അപ്പൊ ദൈവത്തോട് മനുഷ്യനോട് എന്ത് ചെയ്യണം? മനുഷ്യനെ അടുപ്പിക്കാൻ പറ്റുന്നില്ല. അവൻ നമുക്ക് ശത്രു ആയിക്കോട്ടെ, അവനോട് നിനക്കൊരു ശത്രുത ഉണ്ടാവണ്ട. അവനോട് ക്ഷമിക്കുന്നവനെയാ ദൈവത്തിന് വേണം. നിനക്ക് നിന്റെ വ്യവസ്ഥയിൽ അടുപ്പിക്കാൻ പറ്റുന്നില്ല, മാറ്റി നിർത്തിക്കോ. പക്ഷെ അവനോട് നിനക്ക് വൈരാഗ്യമില്ല, അവന്റെ ഒരു കാര്യത്തിൽ നിനക്ക് ചേരാൻ പറ്റത്തില്ല. നീ വചനപ്രകാരം ജീവിക്കുന്നവനാണ്. അതുപോലെ ചിലവര് വീടിനെ സ്നേഹിക്കുന്നത്, ചിലവര് വാഹനത്തെ സ്നേഹിക്കുന്നത്, അല്ലയോ? വാഹനത്തെ സ്നേഹിക്കുന്നത്. എല്ലാ തന്ന വീടിനെ മനോഹരമായി കൊണ്ടുപോകേണ്ട ചുമതല നമുക്കുണ്ട്. തന്ന വാഹനങ്ങളെ മനോഹരമായി കൊണ്ടുപോകേണ്ട ചുമതലയുണ്ട്. ദൈവം തന്നതാണ്, ഒന്നുമില്ലായ്മ തന്നതാണ്. അതിനെയെല്ലാം വൃത്തിയായിട്ട് കയ്യിൽ കൊണ്ടുവരും. പക്ഷെ അതേ നമ്മുടെ ചിന്ത എന്ത് ചെയ്യണില്ലേ ഉണ്ടാവും. ചിലവര് എത്ര വണ്ടി എടുത്താലും പഴയത് വിൽക്കത്തില്ല, ഓർമ്മയ്ക്ക് വെച്ചേക്കും. പ്രൈസിലോ അതിന്റെ ചിന്ത എന്തുവാ? ഇതേന്ന് വന്ന് ചിന്തിക്കും. നമുക്ക് 10 കൊല്ലം ഒരു വണ്ടി ഉപയോഗിക്കാൻ കിട്ടി, മാന്യമായിട്ട് കൊണ്ടു നടന്ന് കൊടുത്ത് അടുത്ത നമ്മൾ എടുത്തു, അവിടെ വെച്ച് തീർന്നു. അതിന്റെ സെന്റിമെന്റ്സ് എല്ലാം അവിടെ വെച്ച് തീർന്നു. സ്തോത്രം. അത്രയും അതിനെ കാണാവും. വീട് തന്നു, നല്ല വീടാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ പെയിന്റ് അടിക്കണം, അത് ക്ലീൻ ആക്കി കൊണ്ട് കിടക്കണം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഇതിനെ വലുതായിട്ടൊന്ന് കാണാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. കാണാൻ പോകുമ്പോൾ എത്ര പൈസ കിട്ടിയാലും മുഴുക്കത്തില്ല. അത് പണിഞ്ഞുകൊണ്ടിരിക്കും, ഇത് പണിഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. ചിലവർക്കൊന്നും പണിതുകൊണ്ടിരിക്കും. സ്തോത്രം. ഞാന് സ്തോത്രം ഈ വണ്ടിയെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. വണ്ടി കൂടുതൽ ഞാൻ തൂത്തുമടക്കി കുറേയല്ല അതിനകത്ത് ശ്രദ്ധിച്ച പിറ്റേതൊരു പണിയാണ്. പിന്നെ ഈ വചനമെല്ലാം കയറാൻ തുടങ്ങി. എന്തുവാ? ഒന്നിനെ കൂടുതലാക്കണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഓടിക്കാൻ അറിയാത്തവന് വണ്ടിയെല്ലാം കൊടുത്ത് നശിപ്പിക്കാൻ നമ്മൾ കൊടുക്കത്തില്ല. പ്രൈസറോ. നമുക്ക് തന്നത് സാധനം സൂക്ഷിക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. അതിനകത്ത് പരിജ്ഞാനമല്ല വേണം. അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യല്ലേ? വലം കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ, വലം കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ എന്ത് പറഞ്ഞേക്കണേ? വെട്ടിയെറിഞ്ഞ് കളയണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലെന്നുള്ള വിശ്വാസം ആർക്കുണ്ടാവണം? ദൈവമക്കളായി നമുക്കുണ്ടാവണം. ഇന്ന് പകല് ദൈവം ഒന്നുകൂടെ എന്നെ ഓർപ്പിക്കുക. ദൈവത്തിന്റെ ദൂതായിട്ട് ഞാൻ പറയുക, എനിക്കാരുമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയല്ലേ. എനിക്കൊരു നായകനുണ്ട്. എന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ കഷ്ടത്തിന് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ സങ്കടത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ സാമ്പത്തിക പ്രശ്നത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മാനസിക ക്ലേശത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നെ ആരും ആശ്രയിക്കാൻ എനിക്കില്ലെങ്കിലും എനിക്ക് ആശ്രയിക്കുവാൻ വകയുണ്ട്. എന്റെ യേശുണ്ട്. യേശു ഉള്ള കാലത്തോളം ഒരു ശത്രുവിന്റെ പ്ലാനോ പദ്ധതിയോ എന്റെ കുടുംബത്തിനകത്തോ എന്റെ സഭയ്ക്കകത്തോ എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തോ എന്റെ തലമുറയ്ക്കകത്തോ ജയം എടുക്കുവാൻ ആരും സമ്മതിക്കത്തില്ല. യേശു സമ്മതിക്കത്തില്ല. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുക, നിനക്ക് കൂട്ടുണ്ട്. നിന്റെ കൂടെ ഒരാൾ ഇരിപ്പുണ്ട്. നിനക്ക് വേണ്ടി ന്യായം വിധിക്കുവാൻ ഒരാളുണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാൻ ഒരുവനുണ്ട്. നിന്നെ ശക്തീകരിക്കുവാൻ ഒരുവനുണ്ട്. നിന്റെ മുൻവിധികളെ നിന്റെ വിധികളെ എല്ലാം തകർത്തു മാറ്റാൻ ഒരുവനുണ്ട്. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ നന്മ അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് പകരാമോ? വിശ്വസിക്കും. എന്റെ മകൾ ദൈവത്തിന്റെ ദൂരം ഇറങ്ങട്ടെ. അപ്പൊ ദൈവ ജനത്തിലേക്ക് ഇറങ്ങട്ടെ, ദൈവമക്കളിലേക്ക് ഇറങ്ങട്ടെ. ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി കർത്താവിന് സംസാരിക്കട്ടെ. ആ ദൈവത്തിന്റെ ആലോചന വ്യക്തിപരമായി വെളിപ്പെടാട്ടെ. ആ ദൈവത്തിന്റെ ദൂത് വ്യക്തിപരമായി വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ ആലോചന വ്യക്തിപരമായി വെളിപ്പെടാട്ടെ. ഓരോ കുടുംബത്തിലേക്കും ആ ദൈവശക്തി ഇറങ്ങി വരട്ടെ. ഇറങ്ങി വരട്ടെ. ശാപകമ നദിക ഇന്ന് ദൈവത്തിന്റെ മറുപടിയോട് പുറത്തു വരട്ടെ. അത്ഭുതത്തോട് മറുപടിയോട് പുറത്തു വരട്ടെ. ആത്മീയ ഹോളി സ്പിരിറ്റ് ഇന്ന് പകലങ്ങോട്ട് വെളുപ്പെടട്ടെ. എല്ലാ ദൈവമക്കൾക്കും എഴുതുക. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അങ്ങോട്ട് പൂർണ്ണമായി ഏൽപ്പിക്കുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോവുക. ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ വിടുതലുകൾ നടക്കട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആശ്വാസം പകരട്ടെ. ഇന്ന് നമ്മൾ പാടി ആരാധിച്ചതുപോലെ നമ്മൾ ഭാഗ്യവാന്മാരാ. കാര്യം നമ്മുടെ യേശു നമുക്കുണ്ട്. നമുക്ക് ഒരു യേശു ഉണ്ട്. നമ്മൾ അതുകൊണ്ട് ഭാഗ്യവാന്മാരാ. ഇന്ന് പകലൊന്ന് പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥനിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകല ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ ദൂതുകൾ ഓരോ കുടുംബത്തിനകത്തും വെളിപ്പെടുത്തും.
കർത്താവ് യേശുവച്ചാ ഞങ്ങൾക്ക് പകലേൽപ്പിക്കുവാണപ്പാ. ദൈവം ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ അങ്ങ് വന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോ കുടുംബത്തിലേക്കും വന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. വലം കൈ എനിക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് അടുക്കുവാൻ തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതെല്ലാം അഴിഞ്ഞു മാറട്ടെ, അതെല്ലാം മാറിപ്പോട്ട്. അതിനകത്ത് കിട്ടുന്ന നന്മ എനിക്ക് വേണ്ട, അതിനകത്ത് കിട്ടുന്ന ഭാഗ്യം എനിക്ക് വേണ്ട. എന്റെ യേശു തരുന്ന ഭാഗ്യം മതി, എന്റെ യേശു തരുന്ന നന്മ മതി. ഇന്ന് പകൽ എന്റെ കുടുംബത്തിലേക്ക് അതൊന്ന് വെളിപ്പെടാട്ട്, ഓരോ കുടുംബത്തിലേക്ക് ഒന്ന് വെളിപ്പെടാട്ട്, ആ ഭൂതങ്ങൾ അങ്ങോട്ട് വെളിപ്പെടാട്ട്, ആ വാക്തത്വം ഒന്ന് വെളിപ്പെടാട്ട്, ആ അത്ഭുതം ഒന്ന് വെളിപ്പെടാട്ട്. ഇന്ന് പകൽ വിശ്വാസത്തോട് പുറത്തു വരട്ടെ. ആത്മാവിന്റെ പ്രവൃത്തിയോട് വെളിപ്പെടാട്ട്, പരിശുദ്ധാത്മാവിന്റെ ആലോചനയോട് വെളിപ്പെടാട്ട്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് വെളിപ്പെടാട്ട്, അത്ഭുതങ്ങളോട് വെളിപ്പെടാട്ട്. ഇത് പകലൊരു വിടുതലിന്റെ പകലാവട്ടെ, ആശ്വാസത്തിന്റെ പകലാവട്ടെ, അത്ഭുതത്തിന്റെ പകലാവട്ടെ. ഒരു ദൈവത്തിന്റെ ഉണർവ് ഇത് പകലോട് ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്ന പകലാവട്ടെ. കർത്താവ് ഞങ്ങൾ ഓരോ കുടുംബത്തിനും പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ ദൈവത്തിന്റെ കൃപ ഓരോ കുടുംബത്തിനും